യുവേഫ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിന്റെ ആദ്യപാദത്തിൽ നിന്ന് വമ്പൻ പോരാട്ടമാണ്. നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി മുൻ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിനെ നേരിടും. സാന്റിയാഗോ ബെർണബ്യൂവിൽ നിർണായക പോരിനിറങ്ങുമ്പോൾ സിറ്റി നിരയിൽ റയൽ ഏറ്റവും അധികം ഭയക്കുന്നത് ഒരു സ്പാനിഷ് താരത്തെയാണ്, മിഡ്ഫീൽഡർ റോഡ്രിയെ. സ്വന്തം കാണികൾക്ക് മുന്നിൽ സിറ്റിയെ തോൽപ്പിക്കണമെങ്കിൽ റയലിന് ക്ലബിനും രാജ്യത്തിനുമായി 64 മത്സരങ്ങളിൽ തോൽവിയറിയാതെ മുന്നേറുന്ന റോഡ്രിയെ പിടിച്ചുകെട്ടണം. 2023 മാർച്ച് 28 സ്കോട്ട്ലാൻഡിനോട് 2024 യൂറോ യോഗ്യതാ മത്സരത്തിൽ സ്പെയിൻ തോറ്റപ്പോഴാണ് 27-കാരനായ റോഡ്രി അവസാനമായി തോൽവിയറിഞ്ഞത്. ഇതിനുശേഷം റോഡ്രി ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ വിജയിയായി. പ്രീമിയർ ലീഗ്, FA കപ്പ്, യുവേഫ സൂപ്പർ കപ്പ്, ക്ലബ് ലോകകപ്പ് എന്നിവ ഉയർത്താൻ സിറ്റിയെ സഹായിച്ചു. പെപ് ഗാർഡിയോള ലോകത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ എന്ന് പതിവായി വാഴ്ത്തുന്ന താരമാണ് റോഡ്രി. ഈ സീസണിൽ സിറ്റിയുടെ 4 തോൽവികളിലും റോഡ്രി കളിച്ചിരുന്നില്ല. സസ്പെൻഷൻ മൂലം റോഡ്രിക്ക് ഈ മത്സരങ്ങളെല്ലാം നഷ്ടമായി. അതുപോലെ ഒരു വർഷം മുമ്പ് ഹാംപ്ടൺ പാർക്കിൽ സ്കോട്ട്ലൻഡിനെ നേരിട്ടതിനു ശേഷമുള്ള സ്പെയിനിന്റെ ഏക തോൽവി കഴിഞ്ഞ മാസം കൊളംബിയയ്ക്കെതിരെ സൗഹൃദ മത്സരത്തിൽ റോഡ്രി 90 മിനിറ്റും ബെഞ്ചിലിരുന്നപ്പോഴാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും.